ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ അതിലോട്ട്. വേഗം അങ്ങോട്ട് ചെല്ലേ. നിനക്ക് വല്ല വിവരം ഉണ്ടേ കോളാമ്പി. പിന്നെ ഉറങ്ങ മുറുക്ക. ആ വാര എങ്ങനെയാ ഒന്ന് പിടിക്കുക? രൂപ 10-15 ലക്ഷം അയാളുടെ ദയയിലല്ലേ കിടക്കണേ? ആ കർത്താവ് എന്നെ എന്തെങ്കിലും വഴി കാണിക്കട്ടെ. പത്രോസ്, അതിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണ? പെരുന്നാളോ കുർബാനയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. ദയവ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ എങ്ങനെ ഒന്ന് ഉപദ്രവിക്കരുത്. ഞാൻ നിങ്ങളെ എന്ത് ഉപദ്രവിച്ചു? എന്താ? ദൈവമേ, ഇവള് ചെയ്യുന്നത് എന്താണെന്ന് ഇവൾ അറിയുന്നില്ല. നീ ഈ പണ്ടാരത്തിനോട് പൊറുക്കണമേ. ഞാൻ പറഞ്ഞിട്ടേ, നീ സുഖമായിട്ട് ഉറങ്ങിക്കോട്ടാ. നിന്റെ മോന്തിന്ന് കണ്ട ഞാൻ എന്റെ അമ്മോ പേടിയാവണ്. കർത്താവ് വിശ്വമിശിഹായേ. നീ ഇന്നലെ രാത്രി എപ്പോഴാണ് വന്നത്? കുറെ ലേറ്റായി. എന്തായിരുന്നു കാര്യം? പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ കണ്ടു നിങ്ങളുടെ പന്തംകുളത്തി പ്രകടനം. അത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതേ, പൊള്ളാച്ചിന് തെളിച്ചു കൊണ്ടുവരുന്ന കാളക്കൂട്ടങ്ങളെയാ. അടിച്ച് തെളിക്കുന്നവനും അറുത്ത് വിൽക്കുന്നവനുണ്ടാ ലാഭം. നടന്നു പോകുന്ന കാളക്കുട്ടിക്ക് എന്ത് കിട്ടാനാ? കലക്കി സാർ, ഇത് കാട്ടാളന്മാരുടെ ഗീതം എന്ന നാടകത്തിലെ ഡയലോഗല്ലേ? അതെ. അതുകൊണ്ട് അർത്ഥമൊന്നും മാറിപ്പോണില്ലല്ലോ. വലിയ ആളാവരുത് ഇവിടെ. അത് തന്നെയാണ് ഞാനും ആലോചിക്കണത്. മതി മാത്തുക്കുട്ടി. ഓ, നീ ഇന്നലെ അമ്മച്ചിയുടെ കാശ് മേടിച്ചോ? എന്തിന്? ആവശ്യം ഉണ്ടായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ പാർട്ടിക്കോ സമ്മേളനത്തിനോ ഏത് പണ്ടാരത്തിനോ നീ പോയി തുളഞ്ഞോ, പക്ഷെ മേലിൽ ഇവിടുന്ന് ഒറ്റ പൈസ വാങ്ങിച്ചു പോരുത്. അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഉറപ്പൊന്നും പറയാൻ പറ്റില്ലെന്നോ? ഇനി നീ പൈസ വാങ്ങിക്കുന്ന എനിക്കൊന്ന് കാണണം. ദേ, നിന്നോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. മേലിൽ ഇവന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പൈസ വാങ്ങും. ആരെതിർത്താലും ശരി, അല്ലെങ്കിൽ ഞാൻ എടുക്കും. എന്നാ എനിക്കതൊന്ന് കാണണം. പിന്നെ നിന്നെ ഈ വീട്ടിൽ നീ അടിച്ചു പുറത്താക്കും. പിന്നെ വരട്ടല്ലേ? എന്താടാ പട്ടി? നീയും കഴിക്കും സരോജം. കഴിക്കാം, നിങ്ങളുടെ കഴിയട്ടെ. അനിമോളോ ഇരിക്കെ. മോള് കഴിച്ചോ? കഴിച്ചു. അതെന്ത് ചോദ്യമാ സരോജം? ആഹാരം കഴിക്കുന്നതിനിടയിൽ ആരെങ്കിലും വന്നാൽ വേണോന്ന് ചോദിക്കരുത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കഴിക്കാൻ പറഞ്ഞാ പോരെ? ആനി വീട്ടിൽ നിന്നല്ലേ വരുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. അങ്ങനെ ഒന്നും ചോദിക്കണ്ട. നീ ഒരു പ്ലേറ്റ് എടുക്കൂ. ദേ വരാം. ഇരിക്കും മോളെ. എനിക്ക് വേണ്ട. ഒഴിവൊഴിവൊന്നും പറയണ്ട. കഴിക്കാതെ ഇവിടുന്ന് വിടില്ല. മോളിരിക്കേ. കഴിക്കും. മതി. കഴിക്കുമോളെ. മതിയമ്മേ. അങ്ങനെ ഒന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ അച്ഛന് ഇതിന്റെ ഇരട്ടി കഴിക്കുമായിരുന്നു. ഇനി നീയും ഇരിക്കും സരോജം. ഇരിക്കാം. മോൾ എന്താ കഴിക്കാതിരിക്കുന്നേ? ഒന്നുമില്ല. കഴിക്കേ. ഞാൻ എത്ര മുമ്പ് കോൺക്രീറ്റ് തുടങ്ങി. ഇന്ന് ഞാൻ കാണിച്ചതാ. സ്റ്റോപ്പ് ദ വർക്ക്, സ്റ്റോപ്പ് ദ കോൺക്രീറ്റ്. ആരോട് ചോദിച്ചിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസറായ ഞാൻ എത്തുന്നതിന് മുമ്പ് കോൺക്രീറ്റ് തുടങ്ങിയ ഇവിടെ? അതിപ്പോ എന്നും ചെയ്യാറുള്ള പോലെ ഇന്നും ചെയ്തു. ഇന്നലെ വരെയുള്ള കാര്യമല്ലേ ചോദിച്ചേ? ഇന്ന് ആരോട് ചോദിച്ചിട്ട് തുടങ്ങി? സാറേ 8 മണിക്ക് പണിക്കാരെത്തി. അവരെങ്ങനെ എത്ര നേരം വെറുതെ ഇരുത്തും? അതുകൊണ്ട് തുടങ്ങിയത് സാറേ. ഓഹോ, ഞാൻ വരുന്നതിന് മുമ്പ് താൻ തുടങ്ങല്ലേ? ഐ വിൽ സ്റ്റോപ്പ് ദ ടോട്ടൽ വർക്ക്. തനിക്കറിയാമോ ഡിപ്പാർട്ട്മെന്റ് റൂൾസ്? എവിടെയോ നല്ല കോൺട്രാക്ടർ പത്രോസ് വന്നിട്ടില്ല സാർ. ഡിപ്പാർട്ട്മെന്റ് വർക്കാണ് എന്ത് തോന്നിയ സാധനമാണ് നിങ്ങളൊക്കെ വിചാരം? തന്റെ കോൺട്രാക്ടറെ വെറുതെ വിടില്ല. അത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ എന്ത് ചെയ്യാനാ സാറേ? ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്പ്ലനേഷൻ. ഐ വിൽ ബാൻ ദിസ് വർക്ക്. നിങ്ങൾ എന്താ ഞങ്ങളെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? This is Mukhalinji metal. അതെ. You know the ISI specification of the metal to be used in the concrete. ഇംഗ്ലീഷ് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല സാറേ. ഇംഗ്ലീഷ് മനസ്സിലാവുന്നതാണ് ജോലിക്ക് നിർത്താൻ പറ്റോ? ആവശ്യത്തിന് മെറ്റലും കമ്പി സിമെന്റ് ഉപയോഗിക്കാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചാൽ പാലം പൊളിഞ്ഞാൽ ജനങ്ങളോട് ഞങ്ങൾ എന്ത് പറയും? രാവിലെ തന്നെ രാജൻ സാർ ഉടക്കിലാണെന്ന് തോന്നുന്നു. ഈ പ്രാവശ്യം ബില്ല് മാറിയിട്ട് അയാൾക്ക് ധർമ്മം കൊടുത്തില്ലേ സുബ്രഹ്മണി? അയ്യോ, കഴിഞ്ഞ തവണത്തെ ബില്ല് മാറിയപ്പോ തന്നെ ഇപ്രാവശ്യത്തെ നേരത്തെ അയാൾ വാങ്ങിച്ചത്. വല്ലാത്ത ക്രിമിനേഡി തന്നെ അയാൾക്ക്. നീ പോയി അയാളെ വിളിച്ചോണ്ടേ. ഞങ്ങൾ നോട്ടെന്തെല്ലാം ഞാൻ പറയുന്നുണ്ട്. മുതലാളി വന്നിട്ടുണ്ട്. തന്റെ മുതലാളി വന്ന് എനിക്കറിയില്ല. ഞാൻ അയാളെ ശമ്പളക്കാരല്ല. ഐ ആം എ ഗവൺമെന്റ് സൂപ്പർവൈസർ. ഓടി വന്നാ എനിക്ക് പത്രം സാരി, ഞാൻ ഗവൺമെന്റ് സൂപ്പർവൈസറാണ്. എനിക്ക് ഓടേണ്ട കാര്യമില്ല. ഐ വിൽ വാക്ക്. യു ക്യാൻ റൺ. എന്താ മിസ്റ്റർ പത്രോസ് നിങ്ങളുടെയൊക്കെ വിചാരം? They have started the work in my absence. I will not allow it. You don't worry, Mr. Rajan.
എനി പ്രോബ്ലം വി വിൽ സെറ്റിൽ. യു പ്ലീസ് ഗോ ഇൻസൈഡ് ദി കാർ. വൈ ദയവായി കാറിനകത്ത് കയറണം കേറിയിരിക്കെ. ഞാൻ എന്തിനു കാറ് കയറണം? വാട്ട് ഈസ് ദിസ് മിസ് പത്രോസ്? എന്താ ഈ പറയണേ രാജ? അങ്ങോട്ട് തിരിഞ്ഞേക്ക്. ദിസ് ഈസ് വെരി ചീപ്പ്. അതിനുള്ള യോഗ്യതയല്ലേ തനിക്കുള്ളൂ. സന്തോഷമായല്ലോ. ഈ കാശൊക്കെ ഡോക്ടർമാർക്ക് ഉപകരിക്കും. അല്ല, ഈ കാശൊക്കെ ജോളിയായിട്ട് ചെലവഴിക്കാം. പത്രോസേ, നിന്റെ പോക്ക് ശരിയല്ല. നീ എന്നിൽ നിന്നും അകന്നകന്നു പോകുന്നു. അതുകൂടി വണ്ടി വലത്തെ വഴിക്ക് തിരിച്ചു വിട്ടോ. ആ കൃഷ്ണൻ നായർ ബസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്. കാറ് കണ്ടാ മതി, അപ്പൊ ലിഫ്റ്റ് ചോദിക്കും. സാറേ, ഈ കൃഷ്ണൻ നായരുടെ മരുമകനാ ഇവിടെ ചാർജ് എടുത്തിരിക്കുന്ന പുതിയ ആന്റി കറപ്ഷൻ CI. ആന്റി കറപ്ഷൻ CI ഇയാളുടെ മരുമകനാണോ? അതെ സാർ, സ്വന്തം മകളുടെ ഭർത്താവ്. നിർത്തടാ മാത്തുകൂട്ടി വണ്ടി. വണ്ടി ബാക്കെടുത്ത് വരട്ടെ. ആ, അല്ല, ചേട്ടൻ എന്താ ഇവിടെ നിൽക്കണത്? വീട്ടിലേക്കുള്ള ബസ് കാത്ത് നിൽക്കാം. എന്റെ കാറുള്ളപ്പോഴോ? ചേട്ടൻ ഇതിൽ കയറ്. വേണ്ട, എനിക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഞങ്ങളും അങ്ങോട്ട് തന്നെ പോണത്. ഞാൻ ജീവിച്ചിരിക്കണം കാലം ചേട്ടൻ ബസ്സിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട പത്രോസേ, വെറുതെ ബുദ്ധിമുട്ടുണ്ട്. അയ്യോ, സാറിനെന്താ ബുദ്ധിമുട്ട്? ചേട്ടൻ കയറിയട്ടെ. വേണ്ട. ശരി ശരി. അല്ല ചേട്ടാ, ഇപ്പൊ എങ്ങോട്ടാണ് വിടേണ്ടത്? നിന്റെ അമ്മേരെ തന്നെ ഞാൻ- ഓ, ഇതൊക്കെയല്ലേ ഒരു സഹായം. ഇതെന്താ അതിന്റെ ഉള്ളിൽ കയറണേ? ഓ, ഓ, ഓ. ഇന്നലെയും കൂടി ഞാൻ ചേട്ടനെ സ്വപ്നത്തിൽ കണ്ടതാ. ഞാൻ അപ്പൊ വിചാരിച്ചൊന്ന് കാണുന്നുള്ളൂ. ഇതൊന്ന് പിടിച്ചേര്. എല്ലാം കിട്ടിയാ? എല്ലാം കിട്ടി. പക്ഷെ സാറ് പറഞ്ഞ മറ്റേ സ്പീഡിംഗ് ബോട്ടിൽ മാത്രം കിട്ടിയില്ല. അത് പോട്ടെ, മറ്റെല്ലാം കിട്ടില്ലോ? എല്ലാം കിട്ടി. അത് മതി. ബാക്കി കാശുണ്ട്. അത് നിന്റെ കയ്യിൽ വെച്ചോ, എനിക്ക് നിന്റെ വിശ്വാസം. വേണ്ടായിരുന്നു. പത്രോസേ, ഇതൊക്കെ എന്താ? ചേട്ടന്റെ മോള് പ്രസവിച്ചതല്ലേ? ഇതൊക്കെ എന്തിനാ പത്രോസേ? അവർക്ക് ചില പ്രസന്റേഷൻ. എന്തിനാ പത്രോസേ ഇത്രയും ബുദ്ധിമുട്ടുന്നത്? ഇതൊക്കെ എന്തിനാ? ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ? സ്നേഹമുള്ളവരെ കണ്ടാ പിന്നെ എന്തെങ്കിലും പ്രസന്റേഷൻ കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ചെറുപ്പത്തിലേ ഉള്ള ശീലമാണ്. എന്റെ മുതലാളിക്ക് തങ്കപ്പെട്ട മനസ്സാണ് കേട്ടാ. എന്നെ ഏ എടാ, എനിക്കറിയടാ. ഉവ്വ. നീ എന്നെ പഠിപ്പിക്കണ്ട. ഉവ്വ. പട്ടി. പൗലോസ് ആരാണെന്നും അവൻ ആരാണെന്നും എനിക്കറിയാം. പൗലോസ് അല്ല, പത്രോസ്. ആ, പത്രോസ് രണ്ടടുത്തടുത്ത് തന്നെ. ആ, അതെ. വന്നേ. വാ. ദേ വിളിക്കണ ചെല്ലി. വന്നേ. ചെല്ലി. ദേ തുപ്പണ. ഇങ്ങോട്ട് മാറി, ആകെ വൃത്തികേടാക്കിയല്ലേ. ഏ സാറേ, ഒരു ലാർജ് കൂടെ ഓർഡർ ചെയ്യട്ടെ? വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ ആള് ഫിറ്റാ. അല്ല സാർ, എനിക്കാ. ഒറ്റ അടി ഒന്നുണ്ടല്ലോ ഞാൻ. മാത്തുകൂട്ടി, എന്തേ ഈ സാധനത്തിനടുത്ത് വണ്ടി കയറ്റ. അപ്പോഴേ സാറേ, നമുക്ക് പോകാം. ഏയ്, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോയാ അതാണ് അതിന്റെ ഒരു അന്തസ്. അല്ലേ പൗലോസ്? പിന്നെയും പൗലോസ്. അതൊക്കെ ഇറങ്ങട്ടെ ചേട്ടാ. ഞാൻ വരട്ടെ പത്രോച്ച. ശരി ശരി ശരി. നീ നല്ലവനാണ്, പരിശുദ്ധൻ. ഞാൻ വരട്ടെ. ചെല്ല്. പത്രോച്ചിനോട് എനിക്ക് എങ്ങനെ നന്ദി പറയണോന്ന് അറിഞ്ഞുകൂടാ. എന്റെ പൊന്നു എന്റെ കർത്താവേ. പിടിക്കട്ടെ. ഞാൻ സ്റ്റഡിയാണ്. എന്നെ പിടിക്കട്ടെ. പിടിക്കണ്ട പിടിക്കണ്ട. ഉണ്ട്. ആരും കണ്ടാ കുട്ടിച്ചെന്ന് കഴിക്കില്ലേ? അങ്ങനെയൊന്നും ആരും വിചാരിക്കൂല. ആ പത്രം വെച്ച് കുടിച്ചു പോണോ കേട്ടാ. വിചാരിക്കട്ടെ. ഭാര്യ കാണേക്കാളും പോവാടെ വിടുന്നു. അല്ലാതെ ഇത് നീ ആ മുട്ട കിട്ടി. ആരുടെ ഇവിടെ? ഞാനല്ലേ ഇവിടെ. തുറന്നു വെച്ചിട്ട് അല്ലടാ തെറ്റി. എന്നൊക്കെ ഒരു മുണ്ട് ഇവിടെ ഇല്ലേ? വേണമെങ്കിൽ എടുത്തോ, നാണിക്കണ്ട. മാത്തൂട്ടി, നീ ദിവസവും രാത്രി നന്നായിട്ട് ഉറങ്ങാറുണ്ടോ? സാമാന്യം തെറ്റില്ലാതെ ഉറങ്ങാറുണ്ട് മുതലാളി. നീയോടാ? എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നു കിട്ടിയാ മതി, അപ്പൊ ഉറങ്ങും. ഞാനാണെങ്കിൽ ഉറങ്ങിയിട്ട് 3-4 മാസങ്ങളായി. നിർത്ത്, വണ്ടി നിർത്ത്. പുറകോട്ടെടുക്ക. നിർത്ത്.
എന്താ കാര്യം സാർ എന്താ കർത്താവേ എന്തൊരു ഉറക്കം. ഇയാള് നന്നായിട്ട് ഉറങ്ങണം. എന്തൊരു കൊതുക്. ഇയാളും നന്നായിട്ട് ഉറങ്ങണം. എടാ സുബ്രഹ്മണ്യം, AC ഉണ്ടോടാ ഇവിടെ? ഇല്ല. ഫാൻ ഉണ്ടോടാ മാത്തു? ഇല്ല. കിടക്കാനൊരു ഡെൻലപ്പ് മെത്തയോ മര്യാദക്ക് കൂരെങ്കിലും ഉണ്ടോടാ ഇവിടെ? അതും ഇല്ല സാർ. ഗുഡ് നൈറ്റോ ആമത്തിരിയോ അങ്ങനെ വല്ലതും ഉണ്ടോടാ? ആമയുണ്ടാവും, തിരി ഉണ്ടാവൂല. തമാശ പറഞ്ഞാണ്, ക്ഷമിക്കണം. ഇതൊക്കെ ഇല്ലാഞ്ഞിട്ടും ഇവരെങ്ങനെയാടാ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങണേ? എനിക്ക് ഇതൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ പണമുണ്ട്, പവറുണ്ട്, മരുന്നുണ്ട്, ഈ മരുന്നും കഴിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് എന്താടാ ഉറക്കം വരാത്തെ? അത് പിന്നെ ഓരോ സ്ഥലത്തിന്റെ വിശേഷമാണ് മുതലാളി. ചില സ്ഥലത്ത് കിടന്നാ എന്തൊക്കെ ഉണ്ടായാലും ശരി കിടന്നാ ഉറക്കം വരില്ല. ചില സ്ഥലത്ത് കിടന്നാ മതി അപ്പൊ ഉറക്കം വരും. അങ്ങനെയുള്ള സ്ഥലമാണോ ഇത്? എന്നാ ഒരു രാത്രി ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങട്ടെ. എന്തായി കാണിക്കുന്നത്? ഒന്ന് വിടറാ. ഒരു ദിവസം ഞാൻ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങട്ടാ. കൊതിച്ചിട്ടാടാ ഞാനീ പറയണേ. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിട്ട് നാളെ കാലത്ത് വരാടാ. വിട്ടാന്നെ. നീ എനിക്ക് വേണ്ടി ഒരു കാര്യം. മുതലാളിക്ക് വേണ്ടിട്ട് എന്ത് വേണമെങ്കിലും കാറിൽ വെള്ളം ഇരിപ്പുണ്ട. വെള്ളം ഉണ്ടല്ലോ, എന്താണ് വേണ്ടത്? എനിക്ക് ആ തെണ്ടികളുടെ സുഖമായിട്ടുള്ള ഉറക്കം കണ്ടിട്ട് അസൂയ തോന്നുന്നുണ്ടാ. ആ വെള്ളം എടുത്ത് അവരുടെ തലയിൽ കൊയ്ക്കണം. അവർ ഉറക്കൊന്നും അവസാനിപ്പിക്കണം. എനിക്ക് ഉറങ്ങണം. ആരോട് ഉറങ്ങണ്ടാ? ഒരോടെ ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. എന്റെ കർത്താവേ. പത്രോസേ, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നിങ്ങൾ വല്ലതും കേട്ടോ? ഇല്ല സാർ. അല്ലെങ്കിൽ തന്നെ ആവശ്യം പോലെ കുരിശുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതും കൂടി ആയ എങ്ങനെയാ എന്റെ കർത്താവേ? സുബ്രഹ്മണ്യം, നീ വണ്ടി വിട്. മുതലാളി, ഇത് റൈറ്റ് ഹാൻഡ് ഡ്രൈവാ. അപ്പൊ വണ്ടി ഓടില്ലേ? വണ്ടി വിടാ. വണ്ടി ഓണത്തിന് 2 ദിവസം മുമ്പേ മോനെത്തണം. സ്വന്തം ബാലനോ? ഒരു മിനിറ്റ്. വല്ല ഗേൾ ഫ്രണ്ടിന്റെ ആണോ? അതെ, വായിച്ചു. ഇത് വീട്ടിൽ നിന്നാണല്ലോടാ. വരവ് ചെലവിന്റെ കംപ്ലീറ്റ് കണക്കുണ്ടല്ലോ. വരവ് ചെലവ് കൃത്യമായിട്ട് എന്നെ അറിയിക്കണമെന്ന് അച്ഛന് നിർബന്ധം. ഇപ്പൊ നിനക്ക് ബോധ്യമായല്ലോ 1 മാസം എനിക്ക് എന്ത് കിട്ടുന്നുണ്ടെന്ന്. ഇനിയെങ്കിലും എന്നെ ചെറ്റേന്നും പിശുകനെന്നും വിളിക്കത്തില്ല. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. നീ ഇവനെ അറിയോ? എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ. ഈ മിസ്റ്റർ പ്രശാന്ത്, മൈ കസിൻ. ഒരു മെഡിക്കൽ ട്രിപ്പാണ്. ഹലോ ഹലോ, പ്ലീസ്. ആ, എന്നതിന്റെ പ്രോഗ്രാം? ഒന്നുമില്ല, ഐ ആം ഫ്രീ. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം. ബോയ്സ് വാ. മിസ്റ്റർ ബെന്നി ഒന്ന് വേണമല്ലോ. ബെന്നി, ഒരു കോൾ ഉണ്ട്. ഹലോ, ബെന്നി ഹിയർ. ഞാനാ ആനി. ഇന്നലെ മിനിഞ്ഞാന്ന് വിളിച്ചിരുന്നു. ഓഫീസ് കാര്യമായിട്ട് തിരുവനന്തപുരം വരെ പോയിരുന്നു. ഇന്ന് വൈകിട്ട് കാണാം. ഞാനങ്ങ് വീട്ടിലോട്ട് വരാം. അയ്യോ, അത് വേണ്ട. പതിവായിട്ട് കാണുന്ന സ്ഥലത്ത് കാണാം. ആരോടേടി ചൊല്ലിക്കൊണ്ടിരിക്കുന്നേ? വല്ല എസ്റ്റുഡിയോ മറ്റോ ആണോ? ഒരു കൂട്ടുകാരി അമ്മച്ചി. എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ രമേ? ആരാ വന്നത്? അമ്മച്ചിയാ? അതെ, വൈകിട്ട് കാണാം. വയ്ക്കട്ടെ. അവിടെ ഇരുന്ന് കഴിക്കും മാത്തുക്കുട്ടി. എന്റെ ഒരു ശുദ്ധതയ്ക്ക് അങ്ങനൊന്നും ഇല്ലെന്നേ. ഇരിക്കും. കൊറേ നേരം ആയോ? ഇരിക്കുന്നേ. ഈ വിരി വിരിച്ചേച്ചും വേണം ആഹാരം കഴിക്കാൻ. ഇല്ലെങ്കിലേ എച്ചിലൊക്കെ താഴെ പോകുന്നേ. കഴിക്കേ. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടോ കണ്ണി കണ്ടവനൊക്കെ ഡൈനിങ് ടേബിളിൽ എടുത്ത് ഭക്ഷണം കൊടുക്കരുതെന്ന്? മാത്തുക്കുട്ടി ചേട്ടൻ ഇതിനു മുമ്പും കഴിച്ചിട്ടുള്ളതല്ലേ. അതുകൊണ്ട് ഇരുന്ന ആളോട് എങ്ങനെ എണീക്കാൻ പറയാ? അയ്യ, അവിടെ ഒരു വിഷമം കണ്ടില്ലേ? എന്നാ മടിയിരുത്തി കൊടുക്കടി. കണ്ട അലവലാദികൾക്കൊക്കെ ഇരുന്ന് തിന്നാൻ വേണ്ടിയല്ല എന്റെ കെട്ടിയോൻ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. മനസ്സിലായോടി? എന്തിനാ അമ്മച്ചി ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്? ആ പാവം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിച്ചതിന് ഇത്രയൊക്കെ പറയണോ? നീ ആരടി ചോദിക്കാൻ? എനിക്ക് ഇഷ്ടമില്ലാത്ത കണ്ട ആരായാലും ഞാൻ വെട്ടി തുറന്നു പറയും. എന്റെ കെട്ടിയോനായാലും ശരി. ഓ, അവളൊരു പുണ്യാണത്തെ ചോദിക്കാൻ വന്നിരിക്കുന്നു. മാത്തുക്കുട്ടി ചേട്ടാ, എന്തിനാ മാത്തുക്കുട്ടി ചേട്ടാ ഈ ശകാരം കേട്ടുകൊണ്ട് ഇവിടെ അടിമയെ പോലെ ജോലി ചെയ്യുന്നത്? വയസ്സ് 19 കഴിഞ്ഞ മോളെ, ആരോഗ്യവും കുറഞ്ഞു തുടങ്ങി.
ഞാൻ ഇനി വേറെ എവിടെ പോകാൻ? 3 പെമ്മക്കളുണ്ട് മോളെ കെട്ടിച്ചയക്കാൻ. ശകാരമല്ല, അടിച്ചാൽ പോലും എനിക്ക് വേറൊരു വഴിയില്ല. മോൾ എന്തിനാണ് വിഷമിക്കണത്? ആദ്യമായിട്ടല്ലല്ല ഞാനിത് കേൾക്കുന്നത്. കേട്ട് കേട്ട് ശീലമായി പോയി മോളെ. ഒരു ദിവസം കഴിഞ്ഞാൽ എല്ലാം മറക്കും.